Hello friends, welcome back to my channel Hi Kitchen Recipes in Malayalam. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി അല്ലെങ്കിൽ ഉണക്കയിറച്ചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഏകദേശം 140 ഗ്രാം ഉണക്കയിറച്ചി എടുത്തിട്ടുണ്ട്. ഈ ഉണക്കയിറച്ചിയെ മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ഈ തിളച്ച വെള്ളത്തിൽ തന്നെ കിടന്ന് കുതിരാൻ വേണ്ടി വെക്കാം. 1.5 മണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബീഫിനെ മാറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് 2 വിസിലിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് സാധാരണ എവിടെയും ചെയ്യാറില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യണത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടി. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉൾഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമോ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. അതേസമയം ഇതിൻ്റെ രുചിക്ക് ഒരു വ്യത്യാസം വരാൻ പോണില്ല, നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതിട്ട് നമ്മളിതിനെ ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തത്. വലിയ കഷ്ണങ്ങളാണെങ്കിലും മിക്സി ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ ക്വാണ്ടിറ്റി ഇടാണ്ടിരിക്കാം മിക്സിയുടെ ജാറിൽ, ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഇടാം. പിന്നെ ഒരുപാട് സമയം ഇട്ട് കറക്കരുത്. 1 സെക്കൻഡ് 2 സെക്കൻഡ് വെച്ചിട്ട് മതി ചെയ്യാനായിട്ട്. കൂടുതൽ സമയം ചെയ്യുവാണെങ്കിൽ ഇത് അരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നാര് പോലെ വരും. ഒരുപാട് നാര് പോലെ വരാനും പാടില്ല. ഈ ഒരു പരുവമാണ് കറക്റ്റ്. ചൂടായ വെളിച്ചെണ്ണയുള്ള ഒരു പാനിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 10 വലിയ ചുവന്നുള്ളി ചെറുതാക്കി ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ 12 എണ്ണം വരെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്താലും മതി. എങ്കിലും കൂടുതൽ രുചി ചുവന്നുള്ളിക്ക് തന്നെയായിരിക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിപ്പം ഒരുവിധം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് തുടങ്ങാം. ഏകദേശം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ കുറച്ചും കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് 1 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചില്ലി ഫ്ലേക്സിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ വഴച്ചെടുക്കാനായിട്ട്. പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഏകദേശം 1 മിനിറ്റോളം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇടിയിറച്ചിയിൽ പൊതുവേ നല്ല ഉപ്പ് കാണും. ഇനിയിപ്പം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം. ഇതിങ്ങനെ മൊരിച്ചെടുക്കണതിൻ്റെ ഇടയ്ക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കൂടുതൽ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, കൂടുതൽ സ്വാദായിരിക്കും കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എനിക്ക് എത്രത്തോളം മുരിവ് വേണം അത് ഏകദേശമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഏകദേശം മുരിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ഒരു വിഭവത്തിൻ്റെ രുചി കൂട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ചേർക്കാണ്ടിരിക്കരുത് കേട്ടോ, എന്തായാലും ചേർക്കണം. പക്ഷേ എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറകെ ഞാനൊരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നിറയെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി അല്ലെങ്കിൽ ഉണക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.